ഈ മിത്രത്തിൻ്റെ നെക്സ്റ്റ് ഫ്യൂച്ചർ കരിയർ അതെന്താണ് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഈ മിത്രം ഇനി 1,00,000 ഫ്രാഞ്ചൈസികൾ 2030 1,00,000 ഫ്രാഞ്ചൈസികൾ പാൻ ഇന്ത്യയിൽ തുടങ്ങാനും വേണ്ടിയാണ്. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. എല്ലാവരും ഇപ്പോൾ നമ്മൾ സക്സസ് കഥകൾ മാത്രമേ കേൾക്കുള്ളൂ. അതിൻ്റെ മുമ്പത്തെ കഥ അതിൻ്റെ ബാക്കെൻഡിൽ എന്തെല്ലാം നടന്നു എന്നുള്ള ആർക്കും അറിയുന്നില്ല. കാരണം ഞാൻ തുടങ്ങാൻ നേരം ഞാനൊരു ലോൺ എടുത്തിട്ടില്ല. ലോൺ എടുക്കാൻ പോയാൽ തന്നെ എനിക്ക് ആരും ഇതെന്താണ് കാണിച്ചു കൊടുക്കാനൊന്നുമില്ല. ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കാൻ കൂടെ എനിക്ക് കിട്ടിയില്ലായിരുന്നു. 9ാം ക്ലാസ് ഞാൻ പഠിത്തുന്നത് 9ാം ക്ലാസ്സിൽ 3 മാസം വരെ ഞാൻ പോകുള്ളൂ. കുടുംബത്തിലെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ, പിന്നെ എനിക്ക് പഠിക്കാനും താല്പര്യമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാനൊരു 10-14 വർഷത്തോളം തന്നെ ഒരു കൂലിപ്പണി എടുത്ത് വരെ ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അവിടെ നിന്നാണ് വന്നത്. അന്നേരം ചെറിയൊരു ബിസിനസ് ചെയ്തു, അതിൽ പരാജയപ്പെട്ടു. ഇപ്പം 3000ഓളം ഫ്രാഞ്ചൈസി ഉണ്ടാക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ കൺവിൻസ് ചെയ്യാൻ നിന്നില്ല. ഞാൻ അവരോട് പറഞ്ഞു 25,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പം നാട്ടിൽ തന്നെ എൻ്റെ കുടുംബത്തിലും എല്ലാവരും അറിയുന്നത് തന്നെ ഞാനൊരു അച്ചീവർ ആയതിനു ശേഷം മാത്രമാണ്. നമ്മുടെ നാട്ടിൽ നിന്നെല്ലാം ജോലി അന്വേഷിച്ച് വന്ന് എൻ്റെ ഓഫീസ് ജോലി ചെയ്തിട്ട് ശേഷം അത് വന്ന് അവർ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത് എൻ്റെ കമ്പനിയാണെന്ന് അറിഞ്ഞത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ബിസിനസ് ടോക്സ്. നമ്മുടെ എല്ലാവരും ആഗ്രഹമാണ് ഒരു ഓൺട്രപ്രണർ ആവുക എന്നത്. നമ്മുടെ മുമ്പിലുള്ള ആൾക്കാർ വിജയിച്ച് നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കും എനിക്കും എൻ്റെ ബിസിനസ് സക്സസ്സിലെത്തി വിജയിക്കണം എന്നത്. ഇന്ന് നമ്മൾ ഈ ഷോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന നമ്മുടെ ഗസ്റ്റ് ഏറ്റവും സക്സസ്സിൽ നിൽക്കുന്നവരാണ്. അവർ ആ സക്സസ് ജേണി നമുക്കെല്ലാവർക്കും അറിയണം. ഇന്ന് ഒരു കമ്പനിയിൽ നിന്ന് തുടങ്ങി 3000-ലധികം ഫ്രാഞ്ചൈസികളുള്ള സന്തോഷ് ഈ മിത്രമാണ് നമ്മുടെ കൂടെ ഉള്ളത്. സന്തോഷ് ചേട്ടാ, വെൽക്കം ടു ഷോ. താങ്ക് യു. നമസ്കാരം. ഞാൻ ആദ്യമേ പറഞ്ഞ തന്നെ എൻ്റെ ആദ്യത്തെ ചോദ്യം എന്നാന്ന് വെച്ചാൽ, ഒരു കമ്പനിയിൽ നിന്ന് തുടങ്ങി 3000-ലധികം ഫ്രാഞ്ചൈസികളുണ്ട്. അപ്പം ഇത് നമുക്ക് ഈസിയായ ഒരു കാര്യമല്ല. ഒരു കമ്പനി തുടങ്ങി 3000-ലധികം ഫ്രാഞ്ചൈസികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയായ കാര്യമല്ല. സോ എങ്ങനെയാണ് ഈ ഒരു ജേണി, ഈ മിത്രം എന്ന് പറയുന്നത് സത്യത്തിൽ എന്താ? ഈ മിത്രം എന്നത് കസ്റ്റമർ സർവീസ് പോയിൻ്റാണ്. കസ്റ്റമർ സർവീസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നാട്ടിൻ പുറത്തും സാധാരണ ഒരു സെൻറ്ററിൽ തേർഡ് പാർട്ടി സർവീസുകൾ നൽകുന്ന ഒരു സ്ഥാപനമാണ്. തേർഡ് പാർട്ടി സർവീസ് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ സംവിധാനങ്ങളും കിട്ടും. അതായത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, സോഫ്റ്റ്വെയർസ് ആയിക്കോട്ടെ, മറ്റ് കമ്പനിയുടെ സപ്പോർട്ട് സർവീസുകളായിക്കോട്ടെ, എല്ലാം കിട്ടുന്ന ഒരു സ്ഥാപനമാണ് കസ്റ്റമർ സർവീസ് പോയിൻ്റ്. അതാണിപ്പോൾ ഈ മിത്രം അല്ലേ? ഈ മിത്രം നമുക്കിപ്പോൾ 3000-ലധികം ഫ്രാഞ്ചൈസികൾ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് കേരളത്തിൽ എവിടെയൊക്കെ, കേരളം മാത്രമാണോ ഉള്ളത്? കേരളത്തിന് പുറത്തുണ്ടോ? തമിഴ്നാടും ഇപ്പോഴുണ്ട്. ഉണ്ടല്ലേ? തമിഴ്നാട്ടിൽ നമുക്ക് ഫ്രാഞ്ചൈസി ഇതെല്ലാം സന്തോഷം തന്നെയാണോ നോക്കുന്നത്, അതോ അതെല്ലാം അപ്പം ടീമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫ്രാഞ്ചൈസി തുടങ്ങുമ്പോൾ അതിനകത്ത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ സന്തോഷേട്ടൻ്റെ കെയർ ഓഫിൽ വന്നതാണോ, അതോ എനിക്കൊരു ഫ്രാഞ്ചൈസി തുടങ്ങണമെന്ന് പറഞ്ഞ് വരുന്നവരാണോ? ഒരു ഫ്രാഞ്ചൈസ് തുടങ്ങണമെന്ന് പറഞ്ഞ് വരുന്നവരാണ്. അതായത് ചിലപ്പോൾ കൂടുതലും പേര് ഗൾഫിലൊക്കെ പോയി നാട്ടിലോട്ട് തിരിച്ചു വന്നു, എന്തെങ്കിലും നാട്ടിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആൾക്ക് വലിയ മുതൽ മുടക്കില്ലാതെ ചെയ്യാൻ പറ്റിയ ഒരു സംവിധാനമാണ്. ഒരു കടമുറിയും 1-2 കമ്പ്യൂട്ടറും ഒരു പ്രിൻ്ററും കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതാണ്. പിന്നെ അതേപോലെ തന്നെ ജോലിയെല്ലാം കഴിഞ്ഞു, റിട്ടയർമെൻറ്റ് കഴിഞ്ഞു, ഇപ്പം എന്തെങ്കിലും ഒന്ന് ചെയ്യണം, വീട്ടിൽ വെറുതെ ഇരിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് പറയില്ലേ, അങ്ങനെയുള്ള ആർക്കും ചെയ്യാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന. പിന്നെ സ്ത്രീകൾക്ക് വളരെ എളുപ്പമാണ്. കാരണം സ്ത്രീകൾ കല്യാണമെല്ലാം കഴിഞ്ഞ ഒരു സ്ഥലത്തോട്ട് വന്നു, പിന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള രീതിയിലിരിക്കുന്നു, ഒന്നും ചെയ്യാനൊരു പുതിയൊരു അവസരമൊന്നും ഇല്ലാതിരിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് 1-2 കമ്പ്യൂട്ടർ വെച്ച് തന്നെ ഒരു നഷ്ടസാധ്യത ഇല്ലാതെ ചെയ്യാൻ പറ്റിയ സംവിധാനമാണ് ഈ കസ്റ്റമർ സർവീസ് പോയിന്റ് എന്ന സിസ്റ്റം. അപ്പം സ്ത്രീകൾക്കും കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരാൻ പറ്റിയ പോയിന്റ് ആണല്ലേ ഒരു കമ്പനി, ഒരു ഫ്രാഞ്ചൈസി ആണല്ലേ? ഫ്രാഞ്ചൈസി അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഈ 3000-ന് മേലെ ഫ്രാഞ്ചൈസി ഓൾറെഡി ഉണ്ട്. അതിൽ ഒരു 1800 തന്നെ സ്ത്രീകൾ തന്നെയാണ് നടത്തുന്നത്. നമ്മൾ പൊതുവേ നമ്മളൊരു കമ്പനി എടുത്ത് നമ്മൾ നടത്തുക എന്ന് പറയുന്നത് ഈസി ആയ കാര്യമല്ല. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് പല ഫെയിലിയേഴ്സും വരാറുണ്ട്. അപ്പം നിങ്ങൾ ഇവർക്ക് ഈ ഫ്രാഞ്ചൈസി എടുത്ത് ചെയ്യാൻ തയ്യാറായി വരുന്ന സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അവർക്ക് എന്തെങ്കിലും ട്രെയിനിങ്ങോ അങ്ങനെ വല്ലതും കൊടുക്കുന്നുണ്ടോ? അതോ? തീർച്ചയായും കൊടുക്കുന്നുണ്ട്. അതങ്ങനെ നമ്മുടെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കടമുറിയും കാര്യങ്ങളും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. ഒരു കമ്പ്യൂട്ടറും ഒരു പ്രിൻ്ററും ഉണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ലൈസൻസിങ്, ട്രെയിനിങ്, ബാക്ക് ആൻഡ് സപ്പോർട്ട്, ബ്രാൻഡിങ്, ഇത്രയും നമ്മൾ ചെയ്യുന്നത്. ലൈസൻസ് ഇത് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ലൈസൻസോടുകൂടി ചെയ്യണം. ലൈസൻസ് നമ്മൾ കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ ട്രെയിനിങ് 2 രീതിയിലുണ്ട്. അത് ഓൺലൈൻ ട്രെയിനിങ്ങും ഉണ്ട്, 1-to-1 ട്രെയിനിങ്ങും ഉണ്ട്. 2 രീതിയിലും കൊടുക്കും. അതൊരു നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അവർക്ക് ഒന്നും അറിയാത്തൊരു മൊബൈൽ ഉപയോഗിക്കാൻ അറിയാവുന്നവർക്ക് വരെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ബാക്ക് ആൻഡ് സപ്പോർട്ട് പറഞ്ഞാൽ ചിലയിടത്തുണ്ട് ചില ഇതേപോലത്തെ കസ്റ്റമർ സർവീസ് പോയിന്റിലൊക്കെ തുടങ്ങിയിട്ട് നിർത്തി പോകുന്നത്. അതിൻ്റെ കാരണം ബാക്ക് ആൻഡ് സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ്.
ഓ അതെ അതെ. അതൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ തേർഡ് പാർട്ടി സർവീസ് കൂടെ മറ്റ് സർവീസുകളും ഗവൺമെൻറ് സർക്കാർ ഇതര സേവനങ്ങളൊക്കെ നൽകുന്നുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതായത് സർക്കാരിൻ്റെ ഓഫീസോട്ട് വിളിച്ച് ചോദിച്ചാൽ കൃത്യമായ മറുപടി ഒന്നും കിട്ടില്ല. അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ലല്ലോ ഉള്ളത്. അന്നേരം ആ സമയത്ത് ഞങ്ങളുടെ ഓഫീസോട്ട് വിളിച്ച് ചോദിച്ചാൽ കൃത്യമായി സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ടീമുണ്ട്. പിന്നെ ഓൺലൈനും സപ്പോർട്ടുണ്ട്. ഓൺലൈനും സപ്പോർട്ട്, രണ്ട് രീതിയിൽ സപ്പോർട്ട്. അപ്പം ഞാനൊരു ഡൗട്ട് ചോദിച്ചോളൂ. ഇപ്പം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഒരു സേവന കേന്ദ്രം തുടങ്ങുമെന്ന് വിചാരിച്ചു. അക്ഷയ സെൻറ്റർ പോലെ എന്തെങ്കിലും ഒരു സംഭവം, ഒരു സേവന കേന്ദ്രം തുടങ്ങണം. അപ്പോൾ എനിക്കവിടെ സർവീസുകൾ നടക്കണില്ല. എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തുടങ്ങി പെട്ടെന്ന് നമുക്കത് പൂട്ടിപ്പോണ്ട അവസ്ഥ വന്നു. നമുക്ക് സർവീസ് നമ്മൾ ഭയങ്കര ഇൻവെസ്റ്റ് ചെയ്താണ് നമ്മൾ ചെയ്തെങ്കിൽ, പക്ഷെ നമുക്ക് അതിന് വരുമാനമില്ല അതിനനുസരിച്ച്, പ്ലസ് നമുക്ക് അതിനകത്ത് സർവീസും ഇല്ല. അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര അടച്ചുപൂട്ടാൻ, അതായത് ഒരു ഫെയിലിയറിൽ നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പലവരും തന്നെ നമുക്കിതിനൊരു സർവീസ് ചാർജ് വാങ്ങുന്നുണ്ട്. സാധാരണ രീതിയിൽ നമുക്ക് ഈ സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഒരു സർവീസ് ചാർജ് ആണല്ലോ. ആ സർവീസ് ചാർജ് മടിച്ചിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന, ആർക്കും ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണിത്. എന്നിട്ട് ചെയ്യുന്നവർ കടമുറിയും കാര്യങ്ങളൊക്കെ ആക്കി അത് കണ്ട് കുറച്ച് നാൾ കഴിയുമ്പോഴാണ് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല. ചെറിയ സർവീസുകളൊക്കെ നമുക്ക് യൂട്യൂബ് നോക്കി ചെയ്യാൻ പറ്റും. ഇപ്പം പാൻ കാർഡ്, പാസ്പോർട്ട് പോലുള്ള. പിന്നെ അത് കഴിഞ്ഞിട്ട് വലിയ വലിയ സർവീസുകൾ വരുമ്പോൾ, പിന്നെ പുതിയ പുതിയ സേവനങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പണ്ട് ഒരു വിദ്യാഭ്യാസ ലോൺ എടുക്കണമെങ്കിൽ നേരെ ബാങ്കിൽ ഡയറക്റ്റ് പോയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോഴങ്ങനെയല്ല, ഇപ്പോൾ എല്ലാം ഓൺലൈനാണ് കൊടുക്കുന്നത്. അങ്ങനെ പുതിയ പുതിയ സർവീസുകൾ വരുമ്പോൾ അത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ബാക്കിൽ ചെയ്യുന്നുണ്ട്, സപ്പോർട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ നിർത്തി പോകുന്നവരാണ്, ഈ നിർത്തിയുള്ള സ്ഥാപനങ്ങളില്ലേ അവരാണ് കൂടുതലും വന്നിട്ടുള്ളത്. കുറേ CSCകൾ അതേപോലുള്ള സ്ഥാപനങ്ങളാണ് നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ CSCക്കാർക്ക് വേണ്ടി തന്നെ പ്രത്യേകം ട്രെയിനിങ് സോഫ്റ്റ്വെയറും ഉണ്ട്. നമുക്ക് സോഫ്റ്റ്വെയറുണ്ട്, സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ ഉണ്ട്. അവർക്ക് ബാക്കിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നുമുണ്ട്. ചിലവരെല്ലാം തുടങ്ങിയിട്ട് നിർത്തി പോകുന്നില്ലേ, അവർക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് തന്നെ നമ്മുടെ ഈ തേർഡ് പാർട്ടി സർവീസുകളിലെ അതും കൊടുക്കുന്നുണ്ട്. ശരി. അപ്പം നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും, സർവീസ് സെന്റർ എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിനെല്ലാത്തിനും നിങ്ങളൊരു സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ശരി. അതായത് സാധാരണ ഒരു വില്ലേജ് സർട്ടിഫിക്കറ്റ്, പഞ്ചായത്ത് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ ചെറിയ ജനസേവന കേന്ദ്രക്കാർ ചെയ്യുന്നത്, അതൊരു കസ്റ്റമർ സർവീസ് പോയിന്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിരവധി തേർഡ് പാർട്ടി സർവീസുകൾ അവിടെ കിട്ടും. പല കമ്പനികളുമായിട്ട് ഞങ്ങൾ ടൈപ്പാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ LIC അടക്കം അവർ നമ്മൾ ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ സപ്പോർട്ടാണെങ്കിലും നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അത് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ? ശരി. നമ്മൾ ഇതിലേക്ക് വന്നു, പക്ഷേ ആദ്യമേ എനിക്ക് അറിയേണ്ടത് എങ്ങനെയാണ് സന്തോഷ് ചേട്ടൻ ഈ മിത്രം എന്ന് പറഞ്ഞൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്? അതായിരുന്നു നമുക്ക് അറിയേണ്ട ആദ്യത്തെ ചോദ്യം. ഈ മിത്രം കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ കാരണം, ഞാൻ വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ നിൽപ്പോഴാണ് ഞാൻ ഈ മിത്രം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കുറച്ച് കടങ്ങളും ബാധ്യതകളായിട്ട് ഞാൻ നേരെ ഗൾഫിൽ പോവുകയുണ്ടായിരുന്നു. അതിനുശേഷമാണ് നാട്ടിൽ വന്നു എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് വെച്ചപ്പോൾ എൻ്റെ കയ്യിൽ എമൗണ്ട് നേരെ തിരിച്ച് കുറവായിരുന്നു. കടങ്ങളെല്ലാം വീട്ടി ഇവിടെ തിരിച്ചു തീർത്താൻ എമൗണ്ട് കുറവാണ്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറും പ്രിൻ്ററെല്ലാം ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയ രീതി, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നോക്കിയൊരു സ്ഥാപനമായിട്ടാണ് ഈ അന്ന് എല്ലാം ഇൻ്റർനെറ്റിലോട്ട് വരികയാണ്, എല്ലാം ഓൺലൈനിലോട്ട് വരികയാണ്. അന്നേരം 10 വർഷം മുമ്പ്. ശരിയാണ്. ആ സമയത്തെല്ലാം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വരികയായിരുന്നു. അന്നേരം പെട്ടെന്ന് ചെയ്തു. ചെയ്തപ്പോൾ എനിക്കുണ്ടായ ബുദ്ധിമുട്ടാണ് ശരിക്കും ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിലോട്ട് വന്നത്. ഞാൻ സ്ഥാപനം തുടങ്ങിയപ്പം ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും യൂട്യൂബെല്ലാം നോക്കി കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. യൂട്യൂബിൽ നോക്കി പഠിച്ച കാര്യങ്ങൾ തന്നെ ആൾക്കാർ വരണമെന്നില്ലല്ലോ. അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ, പിന്നെ ഇതായിട്ട് പലയിടത്തും പല കൂട്ടുകാരുടെ അടുത്ത് ഇതേപോലത്തെ സ്ഥാപനം ചെയ്യുന്നിടത്ത് പോയി അങ്ങനെ ഒരുവിധം കുറേ നാൾ കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. സന്തോഷം തന്നെ പഠിച്ചെടുത്തു. പിന്നെ ഒരു സ്റ്റാഫിനെ വെച്ചു, അവരൊക്കെ പറഞ്ഞെല്ലാം കൊടുത്തു. ആ രീതിയിൽ അന്നേരം ഞാൻ പല സർവീസുകളും നല്ല രീതിയിൽ ചെയ്യാൻ തുടങ്ങി. പലയിടത്തും പോയി പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും അതിൽ പഠിക്കുന്ന നേരം കയ്യിൽ നിന്ന് കുറേ പൈസയെല്ലാം പോയിട്ടാണ് പഠിച്ചത്. കാരണം ചില പേയ്മെൻറ്റുകൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അറിയാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് കയ്യിൽ നിന്ന് പോകും. അങ്ങനെയൊക്കെ പഠിച്ചു. പിന്നെ അവിടെ ഒരു എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, ആൾക്കാർ എൻ്റെ ഇതേപോലത്തെ സ്ഥാപനം തുടങ്ങുന്ന ആൾ എന്നെ വിളിച്ച് ചോദിക്കാൻ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, എല്ലാവരും ഫോൺ എടുത്ത് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു സൺഡേകളുള്ള ഒരു ക്ലാസ് പോലെ വെച്ചു. അങ്ങനെ പിന്നെ ഒരു ചെറിയൊരു വാട്സാപ്പ് കൂട്ടായ്മയും കൂടെ ആക്കി ആ രീതിയിൽ തുടങ്ങി. അന്നേരമാണ് എനിക്ക് മനസ്സിലായി ഇതേപോലത്തെ പല ആൾക്കും പല സർവീസുകൾ ചെയ്യാൻ പറ്റാതെ ഈ ജനസേവന കേന്ദ്രങ്ങൾ, CSCകൾ തുടങ്ങിയിട്ട് അത് മുന്നോട്ട് വരുമാനമില്ലാതെ നിൽക്കുന്നു. അത് പല സർവീസുകൾ ചെയ്ത് കൊടുക്കാൻ പറ്റാതെ നിൽക്കുന്നു. അന്നേരമുള്ളൊരു ബിസിനസ് ഐഡിയ ആണ് ഇത് വന്നത്, ഈ മിത്രം. പക്ഷേ ഈ മിത്രം നല്ലതായിരുന്നു കമ്പനിയുടെ പേര്.
ഡിജിറ്റൽ ബിസിനസ് സൊല്യൂഷൻ എന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് തുടങ്ങി. പിന്നെ അതിനുശേഷം ശരിക്കും ഒരു സിസ്റ്റത്തിലോട്ട് വരാനുള്ള കാരണം റൂട്ട് സെറ്റ് എന്ന സംവിധാനമുണ്ട് കേരളത്തിൽ. ഈ റൂട്ട് സെറ്റ് എന്ന് അതായത് ഒരു സംരംഭം തുടങ്ങുന്നത് എങ്ങനെയാണെന്നും അതിനെക്കുറിച്ച് കൃത്യമായി പഠിപ്പിക്കുന്ന എല്ലാ ജില്ലകളിലും ഉണ്ട് റൂട്ട് സെറ്റ്. ആ റൂട്ട് സെറ്റിൽ പോയപ്പോഴാണ് എനിക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് മാർക്കറ്റിംഗ് എന്താണ്, സെയിൽസ് എന്താണ്, ബ്രാൻഡ് എന്താണെന്ന് മനസ്സിലാക്കി. അന്നാണ് അവിടെ നിന്നാണ് നമ്മുടെ ഈ മിത്രം എന്നൊരു ബ്രാൻഡ് ഒരു ചെറിയൊരു ക്ലാസ് വന്നപ്പം നമുക്ക് ബ്രാൻഡ് വേണം എങ്കിലും മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ഒരു ഡൊമൈനും എടുത്ത് പിന്നെ ആ കമ്പനി രജിസ്റ്റർ ചെയ്തു, ട്രേഡ് മാർക്ക് എടുത്തു. ആ രീതിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഈ 3000-ലധികം ഫ്രാഞ്ചൈസികൾ എത്തിയത്. അതെ, ഒരു സീറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. തുടക്കത്തിൽ ഒരു കോവർക്ക് സ്പേസിൽ ഒരു സീറ്റ് എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കേട്ടപ്പം ഭയങ്കര ഇപ്പം സന്തോഷം പറയുമ്പോഴും എല്ലാം ഇങ്ങനെ സക്സസ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു പരിപാടി തുടങ്ങുമ്പോൾ, ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് അതിനകത്ത് ഒത്തിരി ഫെയിലിയേഴ്സ് വരും. മടുക്കും നമ്മൾ. മടുത്തു എന്ന് പറയുന്ന ഒത്തിരി അവസരങ്ങൾ നമുക്കുണ്ടാവും. അങ്ങനെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു? എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു ലൈഫിൽ? തീർച്ചയായും ഉണ്ടാവും. കാരണം വരുമാനം ഉണ്ടാവില്ല. ഇത് ബിസിനസ്സാണ് നടത്തുന്നത്. ബിസിനസ് നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ എല്ലാവരും ഇപ്പോൾ നമ്മൾ സക്സസ് കഥകൾ മാത്രമേ കേൾക്കുള്ളൂ. അതിൻ്റെ മുമ്പത്തെ കഥ, അതിന് ബാക്കെൻഡിൽ എന്തെല്ലാം നടന്നു എന്നുള്ള ആർക്കും അറിയുന്നില്ല. കാരണം ഞാൻ തുടങ്ങാൻ നേരം ഞാനൊരു ലോൺ എടുത്തിട്ടല്ല. ലോൺ എടുക്കാൻ പോയാൽ തന്നെ എനിക്ക് ആരും ഇതെന്താണ് കാണിച്ചു കൊടുക്കാനൊന്നുമില്ല. ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കാൻ കൂടെ എനിക്ക് കിട്ടിയില്ലായിരുന്നു ആദ്യം തുടക്കത്തിൽ. ഈ കാര്യങ്ങൾ പറയുന്ന ഒരു അക്കൗണ്ട് വേണമല്ലോ, അത് തന്നെ കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചെയ്ത് എല്ലാം സ്വന്തമാണ്. ഞാൻ തന്നെ സെയിൽസ്മാൻ ആവും, ഞാൻ തന്നെ ഫോൺ വിളിക്കും, എല്ലാം സെയിൽസ്മാനായിട്ട് ഞാൻ തന്നെ നേരെ അവരെ ഫോൺ വിളിക്കും, ട്രെയിനിങ് കൊടുക്കാൻ ഞാൻ തന്നെ പോകുന്നു. ആ രീതിയിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പതുക്കെ ഓരോ ആൾ കൂടി 2 ആൾ കൂടി അന്നേരം അവർക്ക് സാലറി കൊടുക്കാൻ തന്നെ ഞാൻ പല പ്രാവശ്യം ഓൺലൈനിൽ ലോൺ എടുത്തിട്ടാണ്, ഓൺലൈൻ ലോണുകളിൽ ആപ്പ് മുഖേനയുള്ള ലോൺ എടുത്തിട്ട്, അതായത് 30%, 36% പലിശക്ക് ലോൺ എടുത്തിട്ടാണ് അവർ കൊടുത്തുകൊണ്ടിരുന്നത്. പലപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. പല സമയം അവർക്ക് 31-ാം തീയതി അല്ലെങ്കിൽ 1-ാം തീയതി ആകുമ്പോഴത്തേനും സാലറി കൊടുക്കണമല്ലോ. പല സമയത്തും കൊടുക്കാൻ പറ്റാതായിട്ട് ഈ ലോൺ എടുത്തിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. നമ്മുടെ സ്റ്റാഫ് തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതെന്തിനെ ചെയ്യണമെന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. അന്ന് അത് ചെയ്തുകൊണ്ടിന്ന് ഈ രീതിയിലെത്തി. യെസ്, അത് എനിക്ക് തോന്നുന്നു വലിയൊരു കഥ തന്നെ. നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ട് അത് ഇന്ന് ഒരു 3000-ലധികം ഫ്രാഞ്ചൈസികൾ എന്ന് പറഞ്ഞാൽ അതും കേരളവും തമിഴ്നാടും അല്ലേ? തമിഴ്നാടും. അപ്പം നമുക്കിപ്പോൾ തന്നെ നമ്മുടെ ചുറ്റും ഒത്തിരി ജനസേവന കേന്ദ്രങ്ങളുണ്ട്. ഈ മാത്രമല്ല പല സേവനങ്ങളും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പം ഇതൊരു ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ഫീൽഡാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സന്തോഷം? ഇല്ല, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വ്യത്യാസമാണ്. നമ്മൾ എല്ലാ ജനസേവന കേന്ദ്രങ്ങളുമായിട്ട് ടൈപ്പ് ഉണ്ട്. കാരണം അവർക്ക് തേർഡ് പാർട്ടി സർവീസ് ഉണ്ട്, ഒരു കസ്റ്റമർ സർവീസ് പോയിൻ്റായിട്ട് വരുന്നു. കാരണം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം LIC വരെ നമ്മളോട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം LICക്ക് 3000-ഓളം ഏജൻറ്റുകൾ സ്പോട്ടിലുണ്ടാവുകയാണ് ചെയ്തത്. 3000-ഓളം കസ്റ്റമർ സർവീസ് പോയിൻ്റുകൾ ഉണ്ടാകുകയാണ്. അങ്ങനെ പല കമ്പനികൾ, ഇപ്പോൾ ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഇപ്പം ഇൻഷുറൻസ് കമ്പനി, ഇപ്പം മറ്റ് എല്ലാ സർവീസുകളും കൊടുക്കുന്നത്, ഇപ്പം കെയർ ബാർ എന്ന കമ്പനി, അവർ നമ്മളോട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്കും സംവിധാനം വെച്ചുകൊണ്ട് അവർക്ക് 3000-ഓളം കസ്റ്റമർ സർവീസ് പോയിൻ്റ് ആവുകയാണ് ചെയ്തത്. ഓക്കെ, അങ്ങനെ ടൈപ്പ് ആയിട്ടുണ്ട്. അപ്പം എനിക്കിപ്പോൾ ഒരു കമ്പനി ഉണ്ടെന്ന് കൂട്ടിക്കോ. എനിക്കിപ്പോൾ ഒരു IT കമ്പനിയാണ്. അപ്പോൾ എൻ്റെ കമ്പനി ഇപ്പോൾ ഞാൻ തുടങ്ങി, എനിക്ക് അതിനകത്ത് പുതിയൊരു കമ്പനി തുടങ്ങുമ്പോൾ ഈ പറയുന്ന പോലെ 3000-ലധികം ഫ്രാഞ്ചൈസികൾ ആകുക എന്നത് പോസിബിളായ കാര്യമല്ല. നമുക്ക് ടൈം എടുക്കും. ഇപ്പോൾ ചേട്ടൻ 10 കൊല്ലം കൊണ്ട് ഇത്ര എടുത്തെങ്കിൽ, 10 അല്ല, ഞാനൊരു എക്സാമ്പിൾ പറയണതാണ്, ഇത്ര എടുത്തെങ്കിൽ എനിക്കത് ഇനിയും 10 കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് അത്രേ എത്തത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ഒരു 3000-ലധികം ഫ്രാഞ്ചൈസികളിൽ എൻ്റെ പ്രോഡക്റ്റ് എത്തിക്കണം. എൻ്റെ പ്രോഡക്റ്റ് എന്താണെന്ന് ആൾക്കാർ അറിയണം. അത് നിങ്ങളിൽ സമീപിച്ചാൽ നടക്കുമോ? തീർച്ചയായും നടക്കും. അതാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അതായത് പല സർവീസുകൾ ഇപ്പം വെളിച്ചം കാണാതെ ഉണ്ട്. കാരണം ചിലവർക്ക് സർവീസുകൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ അറിയാം, അല്ല സർവീസ് ഉണ്ടാക്കാൻ അറിയാം, അത് മാർക്കറ്റ് ചെയ്യാൻ അറിയത്തില്ല. മാർക്കറ്റ് ചെയ്യണം നല്ല ഹ്യൂജ് എമൗണ്ട് വേണം. ഇപ്പോൾ അവിടെ തന്നെയാണ് ഒരു സർവീസ്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആ സർവീസ് പുറത്തെത്തിക്കണം, ലക്ഷങ്ങൾ മുടക്കണം, പരസ്യങ്ങൾ ചെയ്യണം, പിന്നെ ഓരോ ഓഫീസ് തുടങ്ങണം. ഇത്രയും ഓഫീസിലോട്ട് എത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ആ സമയം ഞങ്ങളുമായിട്ട് ടൈപ്പ് ചെയ്യുക, എന്താണ് സർവീസ് എന്ന് പറയുക. സർവീസ് നല്ല മാന്യമായ സർവീസുകൾ കാര്യങ്ങളാണെങ്കിൽ മാത്രമേ ഞങ്ങൾ എടുക്കുകയുള്ളൂ. നല്ല കമ്പനിയുടെ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കും. അല്ലെങ്കിൽ അവരെക്കുറിച്ചൊന്ന് മനസ്സിലാക്കും, പഠിക്കും. പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യും, നമ്മളൊരു ട്രെയിനിങ് പ്ലാറ്റ്ഫോം ഉണ്ട്, അതിലോട്ട്
ഇത് അപ്ലോഡ് ചെയ്യും, എന്താണ് ഈ സർവീസ് എന്നുള്ള അപ്ലോഡ് ചെയ്യും. ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ 3000-ഓളം ഫ്രാഞ്ചൈസികൾക്കും എന്താണ് പുതിയ സർവീസ് അപ്ഡേറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പറ്റും. വളരെ എളുപ്പമാണ്. കാരണം ഈ 3000-ഓളം ഫ്രാഞ്ചൈസികൾ പോകേണ്ട വരെ ആവശ്യമില്ല. ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ സെൻട്രൽ ഓഫീസിൽ നിന്ന് ഈ നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ആ സോഫ്റ്റ്വെയറിലോട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അവിടെ എത്തി ആ സർവീസ് എന്താണ്, ആ സർവീസ് ചെയ്താൽ എത്ര ലാഭം അവർക്ക് കിട്ടും, ആ സർവീസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ജനങ്ങൾക്ക് അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നും അവർക്ക് എന്തെല്ലാം ആ സേവനങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം കൃത്യമായിട്ട് ഒരു അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ദിവസം കൊണ്ട് തന്നെ 3000-ഓളം ഓഫീസുകൾ കേരളത്തിൽ തുടങ്ങാൻ പറ്റും. അത് വലിയ കാര്യം തന്നെ. ഒരു ദിവസം 3000-ലേറെ ഓഫീസ് തുടങ്ങുക എന്ന് പറയുന്നത് സിമ്പിളായ കാര്യമില്ല. എൻ്റെ ക്വസ്റ്റ്യൻ അതായിരുന്നു. എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പം ഞാൻ എൻ്റെ പ്രോഡക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നില്ല. ഞാൻ എൻ്റെ ഒരു പുതിയ ഒരു ഐ.ടിയിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു പുതിയ പ്രോഡക്റ്റും കൊണ്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈ 3000-ലേറെ ഫ്രാഞ്ചൈസികളിലുള്ള നമ്മുടെ സ്റ്റാഫ്സ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ആ എംപ്ലോയീസിന് എങ്ങനെ അറിയാൻ പറ്റും എൻ്റെ പ്രോഡക്റ്റ് ഇതാണ് എൻ്റെ ആവശ്യം, ഇതാണ് എൻ്റെ കസ്റ്റമറിൽ എത്തിക്കേണ്ടത് എന്നെങ്ങനെ ഞാൻ കൺവേ ചെയ്യണത്? തീർച്ചയായും അതിപ്പോൾ ഏത് സർവീസ് ആണെങ്കിലും വന്നാൽ അതിൻ്റെ ട്രെയിനിങ് ആയിട്ട് തന്നെ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. പിന്നെ അതുമല്ല, ഓട്ടോമാറ്റിക് ഓൺലൈൻ ട്രെയിനിങ് വരും. പിന്നെ അതല്ല, ഈ എല്ലാ ടീമിനെയും ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ സോഫ്റ്റ്വെയറാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ സർവീസ് എന്താണെന്ന് അവിടുന്ന് ഒരാളിരുന്നിട്ട് ഒരു മൊബൈലിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ ഒരു ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ ഇത്രയും പേര് തന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഒരു വെബിനാർ രീതിയിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. ഒരു ഒറ്റ പ്രാവശ്യം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇപ്പോൾ എത്ര കമ്പനീസ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഇങ്ങനെ ടൈ അപ്പ് ചെയ്തിട്ടുണ്ട്? നിരവധി കമ്പനികളുണ്ട്. ഇപ്പം 300-ഓളം സർവീസുകളാണ് മൊത്തം നമുക്കുള്ളത്. അന്നേരം അത് സർക്കാർ സേവനങ്ങളുണ്ട്, സർക്കാർ ഇതര സേവനങ്ങളുണ്ട്. അതായത് പല കമ്പനികളും ടൈ അപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ നല്ല സർവീസുകളാണ് ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മിത്രം എന്ന് പറയുന്നൊരു ജനസേവന കേന്ദ്രത്തിൽ നിന്ന് ഒരു വലിയൊരു സ്റ്റെപ്പാണ് ഇത്. കംപ്ലീറ്റ്ലി വേറൊരു സ്റ്റെപ്പാണ് ഈ വെച്ചിരിക്കുന്നത്. ജനസേവന കേന്ദ്രം ഒന്നും അല്ല, കസ്റ്റമർ സർവീസ് പോയിന്റ് തന്നെ. കാരണം തേർഡ് പാർട്ടി സർവീസുകളാണല്ലോ ഞങ്ങൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത്. ജനസേവന കേന്ദ്രത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം അവിടെ സംബന്ധിച്ചോളം ഈ വില്ലേജ് സർട്ടിഫിക്കറ്റ്, പഞ്ചായത്ത് സർട്ടിഫിക്കറ്റ് അതിനൊന്നും വലിയ ലാഭമുള്ള കാര്യങ്ങളല്ല. എല്ലാം 10-20 രൂപയുടെ പരിപാടികളാണ്. അതുകൊണ്ടൊന്നും ഒരു സ്ഥാപനം മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പം കെയർ വരുന്ന കമ്പനി ഇൻഷുറൻസിൻ്റെ എല്ലാം ചെയ്യാൻ പറ്റും. ഉദാഹരണം, ഒരു ഇൻഷുറൻസിൻ്റെ സൂപ്പർ മാർക്കറ്റാണത്. അത് എല്ലാ സംവിധാനങ്ങളും അവിടെ ചെയ്യാൻ പറ്റും. അത് ഒരുപാട് ടൈപ്പാണ്. അതേപോലെ തന്നെ മറ്റു പല കമ്പനികളുണ്ട്. ഇപ്പം പ്രൊഡക്റ്റും കൂടെ നമ്മളുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം തീർച്ചയായും ഇപ്പം നിയറസ്റ്റ് ആയിട്ട് വന്നതാണ്, തൊട്ടടുത്ത് വന്നതാണ് നമ്മുടെ തടത്തിൽ ഹണി ഫാം. അത് വന്നുണ്ട്. അവരെ സംബന്ധിച്ചുള്ള അവർക്കൊരു ബ്രാൻഡിങ് ആണ്. നമ്മുടെ എല്ലാ സ്ഥാപനത്തിനും ഇത് അവർക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് കമ്പനിക്കാരൊരു തേർഡ് പാർട്ടി സർവീസ് ഏറ്റവും കൂടുതൽ അവർക്കൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സെൻറ്ററിൽ ഒരു 50 തൊട്ട് 100 ആൾ ഡെയിലി കയറി ഇറങ്ങുന്നതാണ് ഇത്രയും സെൻറ്ററുകളിൽ. ആ കയറി ഇറങ്ങുമ്പോൾ അവർ സർവീസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ അവിടെ വെക്കുകയാണെങ്കിൽ അവർ ഒരു സർവീസ് ചെയ്യണ ഒരു 1/4 മണിക്കൂറേലും വേണമല്ലോ. ആ 1/4 മണിക്കൂർ ഇരിക്കുമ്പോൾ അത് എന്താണെന്ന് ചോദിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു സർവീസ് ഉണ്ട്. ഇപ്പം എല്ലാം സോഷ്യൽ മീഡിയയിൽ കൂടെ ആണല്ലോ ഇപ്പം നമ്മൾ ആഡ് കൊടുത്തിട്ടാണല്ലോ ചെയ്യുന്നത്. എല്ലാവരും കൊടുത്തു അത് ഓർഡർ ചെയ്യുമ്പം ഇത് ഫേക്ക് ആണോ എന്നൊരു സംവിധാനം വരും. ഒരു എമൗണ്ട് ഇപ്പോൾ ഒരു 10-30 അടക്കേണ്ട ഒരു സംവിധാനം, ഒരു സേവനമാണെന്ന് വിചാരിക്കുക. അതാണ് അന്നേരം പേയ്മെൻറ്റ് അടക്കാൻ ഒരു മടിയുണ്ടാവും. അന്നേരം നമ്മൾ അതിപ്പം ഫേക്ക് ആണ് ഒറിജിനൽ. അന്നേരം നമ്മൾ പറയുക, അതായത് നമ്മളുമായിട്ട് ടൈ അപ്പ് ചെയ്ത കമ്പനി, നിങ്ങൾ തൊട്ടടുത്തുള്ള നമ്മുടെ ഈ മിത്രം കസ്റ്റമർ സർവീസ് പോയിന്റ് അവിടെ പേയ്മെൻറ്റ് ചെയ്താൽ മതി. അവിടുന്ന് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റിന് ട്രെയിനിങ് കൂടെ കിട്ടും. കാരണം മനസ്സിലായില്ലേ, ഒരു വിശ്വസതയുടെ ഒരു സംവിധാനം കൂടുതലായിരിക്കും. അന്നേരം പെട്ടെന്ന് നേരെ നമ്മുടെ CSPയിൽ പോയിട്ട്, കസ്റ്റമർ സർവീസ് പോയിന്റിൽ പോയിട്ട് അവരവിടെ പേയ്മെൻറ്റ് ചെയ്യുന്നു, അവർ പ്രൊഡക്റ്റ് ട്രെയിനിങ് അവിടുന്ന് കൊടുക്കുന്നു. പെട്ടെന്ന് സെയിൽ ക്ലോസിങ് നടക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇപ്പം എനിക്ക് തന്നെ ഒരു ജനസേവനം, അതായത് ഈ മിത്രമായിട്ട് എനിക്ക് പുതിയൊരു ഫ്രാഞ്ചൈസി തുടങ്ങണമെന്ന് കൂട്ടിക്കും. എനിക്കൊരു ഫ്രാഞ്ചൈസി തുടങ്ങണം ഈ മിത്രത്തിൻ്റെ. അപ്പം അതിനകത്ത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ആരെയാണ് ഞാൻ അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഞാനത് സ്റ്റാർട്ട് നമ്മുടെ അപ്രോച്ച് ചെയ്യേണ്ടത്? നമ്മുടെ സൈറ്റിൽ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈ മിത്രത്തിൻ്റെ സൈഡിൽ നമ്പറുകളുണ്ട്, നമ്മുടെ നെറ്റിലെല്ലാം നമ്പറുകളുണ്ട്. ഞങ്ങളുമായി ടൈ അപ്പ് ചെയ്യുന്നു. നമ്മൾ തൊട്ടടുത്ത് അതിൻ്റെ സെൻറ്ററുകൾ ഉണ്ടോ എന്ന് നോക്കും. തൊട്ടടുത്ത് മുട്ടി കൊടുക്കില്ല, അടുത്തടുത്ത് കൊടുക്കില്ല. ഒരു സർവീസ് സെൻ്റർ ഉണ്ടായിട്ട് തൊട്ടടുത്ത് ഒരു കസ്റ്റമർ സർവീസ് പോയിന്റ് തൊട്ടടുത്ത് കൊടുക്കില്ല. അതിനൊരു പരിധിയുണ്ട്. നമ്മൾ ആ പരിധിക്കടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കും. പിന്നെ അവർക്ക് എങ്ങനെയുള്ള ആളാണ് ജസ്റ്റ് ഒന്ന് നോക്കും, കാര്യങ്ങൾ അത് പഠിക്കാൻ പറ്റുന്നതാണോ അങ്ങനത്തെ ഒരു സംവിധാനം നോക്കിയതിന് ശേഷം നമ്മൾ
കൊടുക്കുന്നതായിരിക്കും. നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത് ഈ സാമ്പത്തികം എന്നൊരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഈ ബിസിനസ്സുകാർക്ക് എപ്പോഴും ഫെയിലിയേഴ്സ് വരും, സക്സസ് വരും, ഫെയിലിയേഴ്സ് വരും, സക്സസ് വരും. അതിപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു, ചേട്ടൻ്റെ ലൈഫിൽ ഈ ബിസിനസ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് പോലെ ആപ്പുകളിൽ നിന്ന് ലോൺ എടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ സാമ്പത്തികമായിട്ടുള്ള ഒരു ഇപ്പം ആദ്യമേ എന്നോട് പറഞ്ഞെന്ന് തോന്നുന്നു, ഞാൻ ഇതുവരെ ലോണൊന്നും എടുത്തിട്ടില്ല, എൻ്റെ ഓൺ പൈസയിൽ 10 രൂപ ആണെങ്കിൽ ആ 10 രൂപ കൊണ്ടാണ് ഞാൻ ഇത്രയും ഇതിലേക്ക് ആക്കിയത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ടൈറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രത്യേക സേവിങ്സോ അങ്ങനെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, തീർച്ചയായും ഇല്ലായിരുന്നു. കാരണം ഞാൻ വന്ന രീതിയും എൻ്റെ കഥകളും കാര്യങ്ങളും എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ആ ഒരു നല്ലൊരു ഫിനാൻഷ്യൽ ഉള്ള വീട്ടിൽ നിന്നോ കാര്യങ്ങളൊന്നും അല്ല, സാധാരണ രീതിയിലായിരുന്നു. കാരണം ഞാനൊരു 10-14 വർഷത്തോളം തന്നെ ഒരു കൂലിപ്പണി എടുത്ത് വരെ ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അവിടെ നിന്നാണ് വന്നത്. അന്നേരം ചെറിയൊരു ബിസിനസ് ചെയ്തു, അതിൽ പരാജയപ്പെടുന്ന റബ്ബർ സ്ലോട്ടറിങ് ആയിരുന്നു. ആ റബ്ബർ സ്ലോട്ടറിങ് എടുത്ത് ആ കാലഘട്ടത്ത് റബ്ബറിന് വില തീരെ ഇടിഞ്ഞു പോയി, കുറഞ്ഞു പോയി. കടവെടുത്തിട്ടും അങ്ങനത്തെ രീതിയിലാണ് അന്ന് സ്വർണ്ണമെല്ലാം പണയം വെച്ചിട്ടാണ് ചെയ്തത്. നല്ലൊരു ബാധ്യതയായി. ആ ബാധ്യതയായിരുന്നപ്പോഴാണ് ഞാൻ ഗൾഫിൽ പോയി അത് വീട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ആ സമയത്ത് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, ശരീരവും തളർന്നു പോയി. വളരെ ഒരു ഭയങ്കര മോശപ്പെട്ട ഒരവസ്ഥയായിരുന്നു. സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും എല്ലാം ഒരു ബുദ്ധിമുട്ടിയൊരു അവസ്ഥയായിരുന്നു. അവിടുന്ന് പിന്നെ നേരെ ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്നു. കടമെല്ലാം വീട്ടി, പക്ഷെ ഒന്നും ചെയ്യാൻ എമൗണ്ട് ആയിരുന്നില്ല. പിന്നെ കൂട്ടുകാരുടെ അടുത്തെല്ലാം ചെറിയൊരു എമൗണ്ട് ഇങ്ങനെ വാങ്ങി, അത് 1 ലക്ഷം രൂപയ്ക്കാണ് ഫസ്റ്റ് ഒരു ജനസേവന കേന്ദ്രം സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഈ കമ്പ്യൂട്ടറും പ്രിന്ററും എല്ലാം കൂടെ 1 ലക്ഷം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, ആ സ്ഥാപനം വേറെ ആൾ എടുത്തു, കച്ചവടം ചെയ്തു. അന്നേരം എന്നെ സംബന്ധിച്ചോളം ഇതിൻ്റെ ഈ സംവിധാനത്തോട് മുന്നോട്ട് പോകാൻ വേണ്ടിയായിരുന്നു. എനിക്ക് ആ സ്ഥാപനമായിട്ട് നിൽക്കാനുള്ള കൂടുതൽ എല്ലാവർക്കും സർവീസ് കൊടുത്ത് കൂടുതൽ വരുമാനം ഉണ്ടാക്കണം ഒരു ബിസിനസ് ഒരു ഐഡിയ മനസ്സിൽ വന്നു. അങ്ങനെ ആ മുന്നോട്ട് പോയത്. അന്നേരം വലിയ എമൗണ്ട് വെച്ചിട്ടൊന്നും അല്ല ചെയ്തത്, ചെറിയ എമൗണ്ട്. പക്ഷെ ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു സ്റ്റാഫായി, 2 സ്റ്റാഫായി, 3 സ്റ്റാഫായി, 4 സ്റ്റാഫായി. പിന്നെ അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും, സ്വന്തം ഓഫീസായി. ആ രീതിയിൽ അതിനുശേഷമാണ് അങ്ങനെ വന്നത്. ഞാൻ പല കമൻസിൽ കണ്ടിട്ടുണ്ട്. അതായത് എനിക്കൊരു കാര്യം അറിയാൻ പറ്റിയത്, നമ്മൾ കല്യാണത്തിന് ശേഷമാണ് സന്തോഷേട്ടൻ SSLC പാസ്സായത് അല്ലെങ്കിൽ SSLC കഴിഞ്ഞത്. അത് അങ്ങനെ കമൻസിൽ വരെ വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതെങ്ങനെയായിരുന്നു ഈ കല്യാണത്തിന് ശേഷം SSLC? അപ്പോൾ അതിന് മുമ്പ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എങ്ങനെയായിരുന്നു? ആ സമയത്ത് ഈ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി സന്തോഷേട്ടൻ്റെ? അത് 9ാം ക്ലാസ് ഞാൻ പഠിക്കുന്നത്. 9ാം ക്ലാസ്സിൽ 3 മാസം വരെ ഞാൻ പോയുള്ളൂ. കുടുംബത്തിലെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ, പിന്നെ എനിക്ക് പഠിക്കാനും താല്പര്യമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. പകുതി ദിവസം പല കാര്യങ്ങളും എല്ലായിട്ട് ഇങ്ങനെ പോകുന്നൊരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പഠിക്കാനും താല്പര്യമില്ല. പിന്നെ അതുകൊണ്ട് കുടുംബത്തിലും കുറച്ചൊരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിത്തം നിർത്തി. പിന്നെ 17 വർഷം ജോലി ചെയ്തു, കൂലിപ്പണികൾ ഇതേപോലത്തെ പരിപാടികൾ പലതും ചെയ്തു. അതിനുശേഷം കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് 2ാമത്തെ വർഷമാണ് SLC എഴുതുന്നത്. അങ്ങനെ ഒരു തോട്ട് തോന്നുന്നത് പിന്നെ അങ്ങനെ തോന്നി ഇതിങ്ങനെ പോരാ എന്നുള്ളൊരു കണ്ടീഷൻ, കുറച്ച് വിദ്യാഭ്യാസം എല്ലാം ഉണ്ടല്ലോ ഒരു കാര്യമുള്ളൂ. അങ്ങനെ ഒന്ന് നൈറ്റ് ബാച്ചായിട്ട് ആണ് ഞാൻ SLC എഴുതാൻ വേണ്ടി പോയത്. നൈറ്റ് ബാച്ച് 6 മണി തൊട്ട് 8 മണിയുള്ള ബാച്ചിൽ പോയി SLC എഴുതി. പിന്നെ അതിന് ശേഷമാണ് +2. പിന്നെ അതിന് ശേഷമാണ് ഞാൻ പഠിച്ചതല്ലേ? അപ്പോൾ കല്യാണത്തിന് ശേഷമായിരുന്നു. അപ്പോൾ വൈഫ് സപ്പോർട്ടീവ് ആയിരുന്നല്ലേ? വൈഫിനോട് കാര്യമായിട്ട് ഞാൻ പറയാതെ തന്നെ, കാരണം ഇങ്ങോട്ട് നമ്മളെ കളിയാക്കുമായിരുന്നുണ്ടായിരുന്നു. വൈഫ് അറിയാതെ അതേ രീതിയിലാണ് പോയിട്ടെല്ലാം ചെയ്തോണ്ടിരുന്നത്. SSLC കിട്ടിക്കഴിഞ്ഞിട്ട് പറഞ്ഞായിരുന്നോ? തീർച്ചയായും പറഞ്ഞു. അന്നേരം അങ്ങനെ ഫസ്റ്റ് ക്ലാസ്സോടെ തന്നെ ജയിക്കാനും പറ്റിയല്ലേ? ഇനിയിപ്പം നമ്മുടെ ഈ മിത്രത്തിന്റെ നെക്സ്റ്റ് ഫ്യൂച്ചർ കരിയർ അതെന്താണ് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഈ മിത്രം ഇനി 1 ലക്ഷം ഫ്രാഞ്ചൈസികൾ 2030 1 ലക്ഷം ഫ്രാഞ്ചൈസികൾ പാൻ ഇന്ത്യയിൽ തുടങ്ങാനും വേണ്ടിയാണ്. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. ഓട്ടോമേഷൻ എന്ന സിസ്റ്റത്തിലോട്ട് വന്നു. പണ്ടൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ട്രെയിനിങ് എല്ലാം കൊടുക്കുക എന്നുള്ള 1-to-1 രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു സിസ്റ്റമാണ്. അതിൽ നിന്നെല്ലാം മാറി, ഇപ്പം കാലഘട്ടം മാറിയല്ലോ. അന്നേരം നമ്മൾ പുതിയ സോഫ്റ്റ്വെയർ ആക്കി ഇനി പാൻ ഇന്ത്യയിൽ 1 ലക്ഷം ഫ്രാഞ്ചൈസികൾ, 1 ലക്ഷം പേരെ സംരംഭകരാക്കുക എന്ന ഒരു കാര്യമാണ് ഏറ്റെടുത്ത് ചെയ്യുന്നത്. 1 ലക്ഷം പേരെ സംരംഭകരാക്കുമ്പോൾ ചില സെൻറ്ററുകളിൽ 3 പേരോളം ജോലിക്കാരും വരും. അന്നേരം ഏറ്റവും കുറഞ്ഞ ഒരു 4 ലക്ഷം പേർക്കേലും ജോലി കൊടുക്കണം നമ്മുടെ ഈ കസ്റ്റമർ സർവീസ് പോയിന്റ് എന്നുള്ള സെഗ്മെന്റിൽ. അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതിനകത്ത് നമ്മുടെ ഈ തേർഡ് പാർട്ടി ആയിട്ടുള്ള കൊളാബറേഷനും അറ്റ് ദ സെയിം ടൈം തീർച്ചയായും നടക്കുന്നുണ്ട്. അതായത് ഏറ്റവും കുറഞ്ഞ ഒരു 200 കമ്പനികളുമായിട്ടേലും നമ്മൾ ടൈപ്പ് ചെയ്യണമെന്നാണ്
ആഗ്രഹം. അതുകൊണ്ട് അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ കാര്യങ്ങളെല്ലാം ആക്കിയേക്കുന്നത്. കാരണം തോന്നുന്നൊരു സംശയം ഉണ്ടാകും, ഇതെങ്ങനെ പറ്റും, ഇത്രയും സർവീസുകൾ ഇതെങ്ങനെ കൊടുക്കാൻ പറ്റും, ഇത്രയും പേരെടുത്ത് കൊടുക്കാൻ പറ്റും. അവിടെയാണ് നമ്മൾ ഓട്ടോമേഷൻ ഉള്ള സിസ്റ്റം വെച്ചേക്കുന്നത്. അതായത് ഒരു കസ്റ്റമർ സർവീസ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ആപ്പ് മുഖേന നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത ആ ദിവസം തന്നെ അവർക്ക് ആപ്പ് ആക്ടിവേഷൻ ആകും. അതിൽ കൂടെ ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഉണ്ടാകും, ഓൺലൈൻ ട്യൂട്ടോറിയൽ ഓട്ടോമാറ്റിക് തന്നെ. അത് ട്രെയിനിങ് പോലെ. അന്നേരം ടൈപ്പ് ചെയ്ത കമ്പനികളുടെ എല്ലാ സേവനങ്ങളും അവർക്ക് അന്നേരം തന്നെ പഠിക്കാനും പറ്റും, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക്. അതുകൊണ്ടാണ് ഇത്രത്തോളം ഒരു കണക്ക് വെച്ചേക്കുന്നത്, 1,00,000 ഫ്രാഞ്ചൈസികൾ എന്നുള്ള കണ്ടീഷൻ ഞാൻ വെച്ചേക്കുന്നത്. കാരണം ഓട്ടോമേഷനാണ്, അതായത് ഇൻഡിവിജ്വലായിട്ട് ചെയ്യേണ്ടതല്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഡൗട്ട് ക്ലിയറിങ് എല്ലാം അവിടെ തന്നെ നമുക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റും. എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എന്തെല്ലാം ഡൗട്ട് വരും എന്നുള്ള ആദ്യമേ അതിന് മുൻകൂട്ടി അതിൻ്റെ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ. എല്ലാ സർവീസുകളെ കുറിച്ചും. അപ്പോൾ ഒരു സംശയം കൂടെ. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സെല്ലാം അറ്റൻഡ് ചെയ്തു, ഞാൻ ഇതേപോലൊരു ഒരു ഫ്രാഞ്ചൈസി ഞാൻ സ്റ്റാർട്ട് ചെയ്തു, അവിടെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു തേർഡ് പാർട്ടി കൊളാബറേഷൻ്റെ ഒരു പ്രോഡക്റ്റ് അവിടെ വെച്ചിട്ടുണ്ട്. പ്രോഡക്റ്റ് വിഷ്വലൈസ്, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹണി പറഞ്ഞ പോലെ ഒരു വിഷ്വലി ഒരു പ്രോഡക്റ്റ് അവിടെ ഉണ്ട്. അപ്പോൾ ആ പ്രോഡക്റ്റിനെ പറ്റി ഒരു കസ്റ്റമർ വന്ന് ചോദിച്ചു, എനിക്ക് അതിനകത്തൊരു ഡൗട്ട് ഉണ്ട്, അങ്ങനെ വരുമ്പോൾ അത് ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? തീർച്ചയായും. കാരണം നമ്മുടെ സെൻറ്ററിൽ എടുക്കുന്ന ആൾക്ക് കൃത്യമായ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ സോഫ്റ്റ്വെയറിൽ കൊടുക്കുന്ന ട്രെയിനിങ് ഉണ്ട്, പിന്നെ അല്ലാതെ 1-to-1 ട്രെയിനിങ്ങും ഉണ്ട് അല്ലാതെ തന്നെ. ഓക്കെ. ഏത് കമ്പനി നമ്മൾ ടൈപ്പ് ചെയ്ത കമ്പനി അവർ അല്ലാതെ ഡയറക്റ്റ് ട്രെയിനിങ്ങും ഉണ്ട്. ആ ഡയറക്റ്റ് ട്രെയിനിങ്ങും വെബിനാർ പോലുള്ള സിസ്റ്റവും ഉണ്ട് നമുക്ക്, നമ്മുടെ സോഫ്റ്റ്വെയർ തന്നെ ഉണ്ട്. നമ്മുടെ ടൈപ്പ് ചെയ്യുന്ന കമ്പനിയുടെ ഒരു വ്യക്തി അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും സ്പോട്ടിൽ എത്താൻ പറ്റുന്ന രീതിയുണ്ട്. ഉണ്ടല്ലേ. ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പം 1,00,000-ലധികം ഫ്രാഞ്ചൈസീസ് പ്ലസ് 200-ലധികം കൊളാബറേഷൻ നമ്മൾ തേർഡ് പാർട്ടി ആയിട്ട് സ്വീകരിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഇത്രയും പേര് വരുമ്പോൾ 200-ലധികം എന്ന് പറയുമ്പോൾ 200 കമ്പനീസാണ്. അപ്പോൾ അത്രയും 200 പ്രോഡക്ട്സ് ആണ്. എല്ലാം ഒരേ പ്രോഡക്ട്സ് ആവണമെന്നില്ലല്ലോ, 200 പ്രോഡക്ട്സ് ആണ്, അത് വ്യത്യസ്തമാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും നിങ്ങൾ ഓരോ തവണയും പുതിയ ആൾ വരുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഫ്രാഞ്ചൈസിലുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടല്ലേ? കൊടുക്കുന്നുണ്ട്. അത് ഓട്ടോമേഷനാണ്. നമ്മൾ ഒരു സെൻട്രലൈസ്ഡ് ഒന്ന് ചെയ്താൽ മതി, ബാക്കിയെല്ലാം അവിടെ എത്തുമല്ലോ ഓട്ടോമാറ്റിക് തന്നെ. അതിനുള്ള ആപ്പ് നമ്മൾ വികസിപ്പിച്ചെടുത്തു, ഓൾറെഡി നമ്മൾ നടക്കുന്നുണ്ട്, റണ്ണിങ് ആണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഇത്ര ഒരു ഹ്യൂജ് ഫ്രാഞ്ചൈസി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. ഇപ്പം കേരളത്തിലും തമിഴ്നാട്ടിലും ഉണ്ട്. തമിഴ്നാട്, അടുത്ത കർണാടക, ആന്ധ്രയിലോട്ട് കടക്കാൻ പോവുകയാണ്. 2030 മുമ്പായിട്ട് ഇങ്ങനെ സംഭവിക്കട്ടെ. 1,00,000-ലധികം ഫ്രാഞ്ചൈസീസ് പ്ലസ് 200-ലധികം നമ്മുടെ പുതിയ കൊളാബറേഷൻ, പുതിയ ബിസിനസ് ഓൺടർപ്രണേഴ്സിനെ. എനിക്കൊന്ന് ഇതൊരു ഇപ്പം ഒരു സാധാരണക്കാരനെ വീണ്ടും ഒരു ഓൺടർപ്രണർ ആക്കുകയാണ് അല്ലേ ഈ മിത്രത്തിലൂടെ. അതായത് സക്സസ് ആയിട്ട് കൊണ്ടു നടക്കാൻ പഠിപ്പിക്കുന്നു. അതായത് ഇത് സ്ഥാപനം എല്ലാവരും തുടങ്ങുന്നുണ്ട്, പലരും കുറച്ച് കഴിയുമ്പോൾ നിർത്തി പോകുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യാസമായിട്ട്, കാരണം അവിടെ സാധാരണ ചെറിയ ചെറിയ സേവനങ്ങളിൽ കൊടുക്കുന്നത്, അത് മാറ്റി തേർഡ് പാർട്ടി എല്ലാ സർവീസുകളും പറ്റുന്ന രീതിയിൽ ഒരു സേവനങ്ങളുടെ ഒരു സൂപ്പർ മാർക്കറ്റ്. നമ്മൾ ബിസിനസ് തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ടൊരു ഈ മിത്രം എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് നമ്മൾ ഷോപ്പ് ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു എംപ്ലോയിനെ വെച്ച് തുടങ്ങിയ സമയത്ത് ഈ ഫാമിലി സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു ചേട്ടന് ഉണ്ടായിരുന്നത്? ഫാമിലി സപ്പോർട്ട് പറഞ്ഞാൽ, കാരണം അവർക്ക് എന്താണെന്നുള്ള ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അറിയില്ല. പറഞ്ഞ് മനസ്സിലാക്കിയാലേ ഇതേപോലെ ഇപ്പോൾ പറയും, ഇപ്പോൾ ഞാൻ അന്ന് സാധാരണക്കാരനായ വ്യക്തിയായിരുന്നു, ഇപ്പം 3000-ഓളം ഫ്രാഞ്ചൈസി ഉണ്ടാക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ലല്ലോ. ഇല്ല വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ കൺവിൻസ് ചെയ്യാൻ നിന്നില്ല. ഞാൻ അവരോട് പറഞ്ഞു 25,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. എന്നെ അറിയത്തില്ലായിരുന്നു. എൻ്റെ വൈഫ് തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്, വൈഫാണ് അതിൻ്റെ 10% ഷെയർ ഹോൾഡർ. 2 പേര് വേണം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ചെയ്യാൻ വേണ്ടി. പക്ഷേ അവൾക്കറിയത്തില്ലായിരുന്നു. ആളോട് പറഞ്ഞ് ഞാൻ ജോലി ചെയ്യാൻ പോവാണെന്ന്. 25,000 രൂപ സാലറി, 25,000 രൂപ സാലറി, ആ രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം വീട്ടിൽ നിന്നൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. കാരണം മറ്റുള്ളവർ ചോദിക്കുമല്ലോ, ഇപ്പം ഏത് ബിസിനസ്സാണോ എന്ത് ചെയ്താലും ആൾക്കാർ ചോദിക്കും എന്താന്ന് ചോദിക്കും. നമ്മുടെ കേരളത്തിലൊരു പ്രശ്നമാണ്, കല്യാണം കഴിഞ്ഞിട്ട് വിറ്റോസം ചോദിക്കും എന്തായി വിശേഷം എന്ന് ചോദിക്കുന്നത്. അതേ ഒരു അവസ്ഥയാണ്, അത് എല്ലാവർക്കും ഉള്ളതാണ്. ഇതേപോലെയാണ് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു കാരോടും. കാരണം ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു മരം നടുന്ന പോലെയാണ്, ഒരു തെങ്ങ് നടുന്ന പോലെയാണ്. അത് വളർന്ന് 6-7 വർഷം കഴിഞ്ഞാലും മാത്രമേ അതിനകത്ത് ഫലം ഉണ്ടാവുള്ളൂ. അതേപോലെയാണ്. കാരണം മറ്റുള്ളവർക്ക് ബിസിനസ് ചെയ്യാത്തവർക്ക് ഇതറിയത്തില്ല. വിറ്റോസം ചോദിക്കും എന്തായി ചോദിച്ചോണ്ടി. അങ്ങനത്തെ ചോദ്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പം നാട്ടിൽ തന്നെ എൻ്റെ കുടുംബത്തിലും എല്ലാവരും അറിയുന്നത് തന്നെ ഞാനൊരു അച്ചീവർ ആയതിനു ശേഷം മാത്രമാണ്. എൻ്റെ ഇൻ്റർവ്യൂ എല്ലാം അത് രീതിയിൽ.
എപ്പോഴായിരുന്നു അപ്പോൾ അവരെ അറിയുന്നത്? പക്ഷെ 3-4 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കുടുംബത്തിൽ തന്നെ അറിയുന്നത്. കാരണം ഫസ്റ്റ് പല ആൾക്കാരും ജോലി ചെയ്തിട്ട് എൻ്റെ ഓഫീസിൽ വന്നതിന് ശേഷമാണ്, നമ്മുടെ നാട്ടിൽ നിന്നെല്ലാം ജോലി അന്വേഷിച്ച് വന്ന് എൻ്റെ ഓഫീസിൽ ജോലി ചെയ്തിട്ട് ശേഷം അത് വന്ന് അവർ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത് എൻ്റെ കമ്പനിയാണെന്ന് അറിഞ്ഞത്. കാരണം ഞാനത് പറഞ്ഞിട്ടില്ലായിരുന്നു. പറഞ്ഞാലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്, ഇങ്ങനെ കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ. സിനിമയെ വെല്ലുന്ന കഥയാട്ടോ. കാരണം ഭയങ്കര നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അങ്ങനെ എന്താ പറയാ, നായകൻ ഇന്നടുത്ത് പോയി ഇത്രയും വലിയ മുതലാളിയായ കാര്യം ആരും അറിയാത്ത വ്യക്തി, അങ്ങനെ ആയിരുന്നല്ലേ? തീർച്ചയായും അങ്ങനെ. പല സ്റ്റാഫുകളും വന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് തീർച്ചയായും എന്നോട് പറഞ്ഞിട്ടുമുണ്ട് അതേപോലെ. പിന്നീട് ഫാമിലി അറിഞ്ഞപ്പം സപ്പോർട്ടീവ് ആയിരുന്നു. തീർച്ചയായും. ഇപ്പോൾ ഓപ്പറേഷൻ കൈകാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അദ്ദേഹമാണ്, ഓപ്പറേഷൻ സെക്ഷൻ നോക്കുന്നത് അദ്ദേഹമാണ്, വൈഫ്. അതെ തീർച്ചയായും. ഓക്കെ. ഇപ്പം വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം പറഞ്ഞല്ലോ, നമ്മൾ ഈ പറഞ്ഞു വന്ന വഴിയിൽ തന്നെ പറഞ്ഞു, നമുക്ക് എഡ്യൂക്കേഷൻ്റെ കാര്യം പറഞ്ഞു, കല്യാണത്തിന് ശേഷമാണ് SSLC എടുത്തത് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഒരു 9ാം ക്ലാസ്സുകാരൻ അതിൻ്റെ ഇടയ്ക്ക് പല സ്ട്രഗിൾസ് വന്നിട്ടുണ്ട്. അതായത് കൂലിപ്പണി ചെയ്തിട്ടുണ്ട്, ഫിസിക്കലി വയ്യായ്മ വന്നിട്ടുണ്ട്, കുറേ നാൾ ബെഡിൽ കിടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്ട്രഗിളിങ് ടൈം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി 9ാം ക്ലാസ്സുകാരൻ ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്നത് 3000-ലധികം ഫ്രാഞ്ചൈസികളുള്ള ഒരു വലിയൊരു ഓൺട്രപ്രണറായിട്ടാണ്. ലൈഫിലെ വലിയൊരു അച്ചീവ്മെൻ്റാണ് ഇപ്പോൾ കൈ നേടി ഇരിക്കുന്നത്. ഈ ഒരു 10 കൊല്ലം കൊണ്ട് വലിയൊരു അച്ചീവ്മെൻ്റാണ് ചേട്ടന് കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ ഒരു മൊമെൻറ്റിൽ ഹൗ ഡു യു ഫീൽ? അത് ഞാൻ എന്ത് നേടി എന്നതല്ല ഞാൻ നോക്കുന്നത്. കാരണം ഞാൻ കാറ് വാങ്ങി വീട് വെച്ചതോ അതല്ല. ശരിക്കും പറഞ്ഞാൽ എന്നിലൂടെ, അതായത് 3000-ഓളം പേരെ സംരംഭരാക്കാൻ പറ്റി, അവരുടെ കുടുംബത്തോട് വരുമാനം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ചെയ്യാൻ പറ്റിയ ഒരു അവസരം ദൈവം എനിക്ക് നൽകി. അതാണ് ഞാൻ എൻ്റെ ഒരു ഇതായിട്ട് കൂട്ടുന്നത്. കാരണം ഞാനത് കൂട്ടുന്നില്ല. കാരണം അതിൽ കൂടെ തന്നെ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട്, എത്ര കുടുംബത്തോട് അരി മേടിക്കാനുള്ളൊരു സിസ്റ്റം, അല്ലെങ്കിൽ അവർക്ക് മാന്യമായിട്ടൊരു തൊഴിൽ ചെയ്യാനൊരു സിസ്റ്റം കൊടുക്കാൻ പറ്റി. അതാണ് എൻ്റെ അച്ചീവ്മെൻറ്റ്. അല്ലാതെ ഞാനത് നേടിയതല്ല, മറ്റുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റി, അതിനുള്ളൊരു വഴിയായി, ഒരു നിമിത്തമായി. അതാണ് എൻ്റെ അച്ചീവ്മെൻറ്റ്. 2030 മുമ്പായിട്ട് 1,00,000-ലധികം ഫ്രാഞ്ചൈസികൾ ഉണ്ടാവട്ടെ, അങ്ങനെ വലിയൊരു അച്ചീവ്മെൻറ്റ് കൈവരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ ഈ ഒരു വൈൻഡപ്പിൻ്റെ സമയത്ത് മുമ്പ് ലൈഫിൽ ഏറ്റവും അധികം കീപ്പ് ചെയ്ത ഒരു കീ പോയിൻ്റ് കാണുമല്ലോ. എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യുന്നൊരു ഫാക്ടർ ഇതാണ് എന്ന് നമ്മുടെ പുതിയതായിട്ട് വരാനിരിക്കുന്ന ഓൺട്രപ്രണേഴ്സിനോട് പറയാനുള്ളത് എന്തായിരിക്കും? അതായത് അങ്ങനത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കൂടുതലും ചിലവരെല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് എല്ലാം 100% പെർഫെക്റ്റായിട്ട് മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചുള്ള അവരൊന്നും ചെയ്യാറില്ല, എല്ലാം ശരിയാക്കാൻ വേണ്ടി കാത്തിരിക്കും. കാരണം ഞാൻ തന്നെ പല ആൾക്കാരുടെയും അനുഭവത്തിൽ എനിക്കറിയാം. അതേപോലെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെറുതായിട്ടേലും അങ്ങ് ചെയ്യാൻ ശ്രമിക്കുക, അതിനുശേഷം അപ്ഡേറ്റ് ചെയ്യുക. ആ രീതി അത് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് പോലെയാണ്. ഞാനത് ശ്രമിക്കാറുണ്ട്. എല്ലാം 100% റെഡിയായിട്ട് അതിനുശേഷം പറ്റുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ ചെയ്യാറില്ല. അത് എന്താണോ ഉള്ളത് അത് അതിൻ്റേതായ രീതിയിലാണ് കൊടുക്കുക. കാരണം ഒരിപ്പം 10,000 രൂപയുടെ ഒരു പ്രൊഡക്റ്റാണ്, അത് ഏകദേശം ഒരു ഉദാഹരണം പറയുകയാണേ, അതായത് ഒരു 10,000 രൂപയുടെ പ്രൊഡക്റ്റാണ്, അത് 100% ഇതായില്ല, പക്ഷേ അതിന് എമൗണ്ട് കുറച്ചിട്ട് എന്ത് ചെയ്യുക, അത് സ്റ്റാർട്ട് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. ആ രീതിയിൽ പലരും എല്ലാം റെഡി ആകട്ടെ, എല്ലാം സെറ്റാകട്ടെ എന്ന രീതിയിലാണ്. പിന്നെ പലരും ചിന്തിക്കുക, ആരെങ്കിലും സഹായിക്കും, ദൈവം രക്ഷിക്കും, ഭാഗ്യം ഉണ്ടാകട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങളുടെ ഒഴിവാക്കിയിട്ട് നമ്മളായിട്ട് അങ്ങ് ഇറങ്ങി ചെയ്യുക, തുടങ്ങുക. അതാണ് എനിക്ക് എല്ലാവരോടും പറയാം. വഴിവെട്ടി അങ്ങ് മുന്നോട്ട് പോവുക. എന്നാലേ നമ്മൾ സക്സസ്സിലേക്ക് എത്തും. ഇതേപോലെ സന്തോഷ് മിത്രം ഇരിക്കുന്നത് പോലെ വലിയ വലിയ ഓൺട്രപ്രണേഴ്സ് അങ്ങനെ ഉണ്ടാവത്തുള്ളൂ ഇനിയും, അല്ലേ? സന്തോഷനെ പോലെ വലിയ ഓൺട്രപ്രണേഴ്സ്. എന്തായാലും സന്തോഷ് ഇത്രയും സമയം ഞങ്ങളുടെ ഒപ്പം സ്പെൻഡ് ചെയ്തതിൽ താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു.